മന്ദാരച്ചപ്പോളെ കുറിച്ചൊരു വീഡിയോ ഇട്ട സമയത്ത് ദ ഗ്രേറ്റ് തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ഇട്ട ഒരു കമന്റ് ആയിരുന്നു കേരള കഫേ എന്ന സിനിമയെക്കുറിച്ച് മൊത്തത്തിലൊരു വീഡിയോ ചെയ്യാൻ. മൊത്തം 10 സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ലെങ്ത് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു 3 പാർട്ടായിട്ട് എടുക്കാം. ആദ്യം തന്നെ പറയാം, ഈ ആന്തോളജിയിൽ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫിലിം എന്ന് പറയുന്നത് അൻവർ റഷീദിന്റെ ബ്രിഡ്ജ് ആയിരുന്നു. കാരണം ആ മുത്തശ്ശേരി ആ പൂച്ചടിയും കഥ ഒരേപോലെ തന്നെ കൊണ്ടുപോയി കഥയുടെ ഒരു ഘട്ടത്തിൽ ഇവരെ മീറ്റ് ചെയ്യിക്കുന്നതൊക്കെ നൈസായിരുന്നു. അതുപോലെ ക്യാമറ വർക്ക്, മേക്കിംഗ് സ്റ്റൈലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ള സിനിമകൾക്ക് മേലെ തന്നെയായിരുന്നു. ഈ ആന്തോളജിയിൽ ആദ്യത്തെ സിനിമ നൊസ്റ്റാൾജിയ. കേരള കഫേ എന്ന സിനിമയെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം കൗതുകമായി തോന്നിയത് ഈ സിനിമയായിരുന്നു. കാരണം അതുവരയ്ക്കും അധികം സിനിമകളും പൃഥ്വിരാജിനെ വെച്ച് സംവിധാനം ചെയ്യുന്ന എം പത്മകുമാർ ദിലീപുമായി ഒന്നിക്കുന്ന ഒരു ഡിഫറൻറ്റ് കോംബോ. പക്ഷേ ഈ പടം കണ്ടപ്പോൾ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അടുത്തത് ഈ ആന്തോളജിയിലെ രണ്ടാമത്തെ സെഗ്മെന്റ് ആയ ഹൈലൻഡ് എക്സ്പ്രസ്. കേരളത്തിൽ നൽകിയ പെരുമൺ ദുരന്തത്തെ ആസ്പദമാക്കി വന്ന ഈ സിനിമയിലെ സുകുമാരിയുടെയും റഹ്മാന്റെ ഒക്കെ പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ ഡയറക്ടർ ശങ്കർ രാമകൃഷ്ണനും പൃഥ്വിരാജും കുറച്ച് ഇന്റലക്ച്വൽ പീപ്പിൾസ് ആയതുകൊണ്ടായിരിക്കാം ഇതിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സംശയമാണ്, ഇതിൽ മണിയമ്പിള്ള രാജുവിന്റെ ക്യാരക്ടറിന്റെ കൂടെ ആ നടിയുടെ ആവശ്യം എന്തായിരുന്നു? ഇതേ ചോദ്യം എനിക്ക് കനി കുസ്തിയുടെ റോളിനെ കുറിച്ച് ചോദിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിനുള്ള ഉത്തരം പൃഥ്വിരാജ് തന്നെ ഈ സിനിമയിൽ തന്നിട്ടുണ്ട്. യു ആർ മൈ